ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മേവരെയും നയിക്കുന്നതാകട്ടെ. ഒളിമ്പസിന്റെ ശുഭദാമ്പത്യം എന്നുള്ള പഠന പരമ്പരയില് 3-ാമത്തെ അധ്യായം, ആധിപത്യവും സ്വാതന്ത്ര്യവും എന്നുള്ള അധ്യായത്തിൽ 6-ാമത്തെ പാഠമാണിന്ന്. കുടുംബ അതിരുകളും വ്യക്തി അതിരുകളും എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. അതിരുകളെ കുറിച്ച് അറിയാതെ വ്യവസ്ഥയെ മനസ്സിലാക്കുക സാധ്യമല്ല എന്നുള്ളത് നമ്മൾ മുൻ പാഠങ്ങളിൽ മുൻ വിഷയങ്ങളിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോ അതിരുകളെ കുറിച്ച് ഈ വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത്. അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ബൗണ്ടറീസ് ഓഫ് എലമെന്റ്സ് ഡിസിന്റഗ്രേറ്റ് ദി യൂണിറ്റി ഓഫ് എനി സിസ്റ്റം. കുടുംബ അതിരുകളും വ്യക്തി അതിരുകളും സ്ത്രീയും പുരുഷനും പരസ്പര പൂരകങ്ങളായി നിൽക്കേണ്ടുന്നവയാണ്. അവർ പരസ്പര പൂരകങ്ങളാകുമ്പോൾ അവരുടെ വ്യക്തിഗത അതിരുകൾ ഇല്ലാതായി അവർ ഒരുമിച്ച് കുടുംബം എന്ന അതിരിൽ മാത്രം നിലകൊള്ളുന്നു. പരസ്പരം കൗതുകവും പ്രണയവും പ്രതീക്ഷയും നിലനിൽക്കുന്ന മധുവിധ ദിനങ്ങളിൽ ഈ വ്യക്തിഗത അതിരില്ലായ്ക ഉണ്ടായി വരും. പരസ്പരം പരിചയമായി തുടങ്ങുമ്പോൾ പതിയെ പതിയെ അവരുടെ വ്യക്തിഗത അതിരുകളെ പറ്റിയുള്ള ബോധം ഉണർന്നു വന്നു കുടുംബത്തിന്റെ ഒരു അതിരിനകത്ത് തന്നെ വ്യത്യസ്ത അതിരുകളുള്ള വ്യക്തികളായി ചേരാതെ ചേർന്ന് നിലനിന്നു പോകുക എന്നതാണ് നാട്ടുനടപ്പ്. വ്യവസ്ഥയുടെ പൊതു അതിരിനെ ഭേദിക്കുന്ന ഘടകങ്ങളും വ്യവസ്ഥയിൽ ഉപ അതിരുകൾ ഉരുവാക്കുന്ന ഘടകങ്ങളും വ്യവസ്ഥയുടെ ഏകതയെ തകർക്കും. വികസിത സമൂഹങ്ങളിലും സുസംഘടിത സമൂഹങ്ങളിലും സ്ത്രീ പുരുഷന്മാരുടെ പരസ്പര പൂരകത്വം നഷ്ടമാകുന്നതോടുകൂടി അവർക്ക് ഇഴപിരിഞ്ഞ് കുടുംബത്തെ അസാധുവാക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മിക്ക പാരമ്പര്യ സമൂഹങ്ങളിലും സ്വത്തുടമസ്ഥതയെ പരിഗണിച്ചുകൊണ്ട് കുടുംബത്തെ അസാധുവാക്കുന്നത് സുസാധ്യമല്ലതാനും. അതുകൊണ്ട് തന്നെ ചേരാതെ ചേർന്ന് നിലനിന്നു പോകുന്ന കുടുംബങ്ങളിൽ വ്യക്തി കുടുംബ സ്വാതന്ത്ര്യങ്ങൾ നഷ്ടമാകുന്നു. നമ്മുടെ സമൂഹം ഏതാണ്ട് ഇത്തരത്തിലാണ്. ഇതാണ് കുടുംബ അതിരുകളെ കുറിച്ച് നമ്മളിവിടെ പറയുന്നത്. നമുക്കറിയാം, സ്ത്രീയും പുരുഷനും പരസ്പര പൂരകങ്ങളായി നിൽക്കേണ്ടുന്നവയാണ് എന്ന്. അപ്പോ ഈ പരസ്പര പൂരകങ്ങളാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? എന്റെ ആധിക്യങ്ങൾ നിന്നിലും നിന്റെ ആധിക്യങ്ങൾ എന്നിലും അലിഞ്ഞു ചേർന്ന ഒരവസ്ഥയാണ്. അതാണ് പരസ്പര പൂരകത്വം എന്ന് പറയുന്നത്. അപ്പോ ഈ രണ്ടുപേരുടെയും അതിരുകളുണ്ടല്ലോ, ആ അതിരുകൾ പരസ്പരം സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഈ അലിയൽ നടക്കാതെയാവും. കാരണം അതിരെന്ന് പറയുന്നത് പല വിധത്തിലുള്ള അതിരുകളാവാം. വളരെ സൂക്ഷ്മമായ അതിരുകൾ എന്ന് പറയുമ്പോൾ എന്റെ കൈയുടെ നോക്കുകയാണെങ്കിൽ കൈക്ക് ഇങ്ങനെ കൈയുടെ ഒരു വര വരയ്ക്കണമെങ്കിൽ ഇങ്ങനെ പല വളവുകളിലൂടെ ഇങ്ങനെ പോയിട്ടാണ് ഓരോ വിരലുകളുടെയും അതിരുകൾ നമ്മൾ നിർണ്ണയിക്കുന്നത്. എന്നാൽ ഞാൻ കയ്യെ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ മൊത്തത്തിലാണ് കാണുന്നതെങ്കിൽ കൈ എന്നുള്ളത് മൊത്തം അതിരായിട്ട് ഇങ്ങനെ കാണാം. അപ്പോ അനുരൂപനം എന്ന് പറയും, പരസ്പരമുള്ള അനുരൂപനം, പാരസ്പര്യം എന്ന് പറയുന്ന സമയത്ത് ഈ ചെറിയ അതിരുകളെല്ലാം തമ്മിൽ ചേർന്ന് അവ റിലവന്റ് അല്ലാതെയായി ചേർന്ന് മുഴുവനായിട്ടും ഉൾച്ചേരുന്നൊരവസ്ഥ ഉണ്ടാകണം. അങ്ങനെ ഉൾച്ചേരുന്ന അവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ അവിടെ അതിരുകൾ അപ്രത്യക്ഷമാകും. ഈ അതിരുകൾ അപ്രത്യക്ഷമാകുന്ന അവസ്ഥയാണ് നമ്മൾ ഈ ലൈംഗികതയിലൂടെ സംഭവിക്കുന്നത്. പ്രണയം എന്ന് പറയുന്നത് അതിരുകൾ അപ്രത്യക്ഷമാക്കാനുള്ള പ്രാഥമിക ശ്രമമാണ്. ഭക്തി നമ്മളും പ്രകൃതിയും ഈശ്വരനും തമ്മിലുള്ള ആ അതിരുകൾ ഇല്ലാതെയാക്കുന്ന ഒരവസ്ഥയാണ്. യോഗം അതാണ്. ഇതിനെല്ലാം തന്നെയാണ് യോഗം എന്ന് പറയുന്നത്. അപ്പൊ ആ യോഗത്തിന്റെ ഒരു പ്രാഥമിക രൂപമാണ് രതിയിലൂടെ നമുക്ക് സംഭവിക്കുന്നത്. ഈ രതി തന്നെയാണ് രതിക്ക് തൊട്ടു മുന്നിലുള്ള പരസ്പര വിശ്വാസമാണ്, പരസ്പരമുള്ള സമർപ്പണമാണ്, അതിനു മുമ്പുള്ള പ്രണയമാണ് സത്യത്തിൽ കുടുംബം എന്നുള്ള ആ ഒരു സംവിധാനത്തിന്റെ അടിസ്ഥാനം തന്നെ. അപ്പൊ ഈ പരസ്പര പൂരകത്വം എന്ന് പറയുന്നതിന്റെ പ്രധാന ഗുണം എന്ന് പറയുന്നത് അതിരുകളെ ഇല്ലാതെയാക്കുന്നു, അതിരുകളില്ലാതെയായിരിക്കാൻ അനുവദിക്കുന്നു എന്നുള്ളതാണ്. എന്റെ അതിരുകളിലേക്ക് മറ്റൊന്ന് കടന്നു വരാൻ അനുവദിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ മറ്റ് എല്ലാത്തിനെയും വരാൻ അനുവദിക്കലല്ല, ആ ഇണയെ അല്ലെങ്കിൽ തന്റെ കൂടെയുള്ളതിനെ കൊണ്ടുവരാൻ അനുവദിക്കുന്നു എന്നുള്ളതാണ് സ്ത്രീ പുരുഷന്മാർക്കിടയിലുള്ള ഈ ദാമ്പത്യത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രോസസ് എന്ന് പറയുന്നത്. അപ്പോൾ പരസ്പരം കൗതുകവും പ്രണയവും പ്രതീക്ഷയും നിലകൊള്ളുന്ന മധുവിധ ദിനങ്ങളിൽ ഈ വ്യക്തിഗത അതിരില്ലായ്മ ഉണ്ടായി വരും. അപ്പോൾ ആ സമയത്ത് ഇത് എന്താണെന്ന് അറിയാത്തത് കൊണ്ട്
ഈ അതിരില്ലായ്മ എന്നുള്ള സംഭവം ആദ്യം ഉണ്ടാകും, പിന്നീട് അത് ആ അതിരില്ലായ്മ ഉണ്ടായി വരും. ആദ്യം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ രണ്ടുപേരും വ്യക്തിഗത ജീവിതം മാത്രം ജീവിച്ചിട്ടുള്ള അനുഭവങ്ങളിലാണ് വരുന്നത്. അത് മാത്രമാണ് അറിയുക. അത് കഴിഞ്ഞിട്ട് അവർ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുന്നു. ഒരുമിച്ച് ജീവിക്കുന്ന ആ ആദ്യ ദിനത്തിൽ പരസ്പരം ഒരുപക്ഷെ സ്പർശിക്കാൻ പോലും ഭയങ്കര പ്രശ്നമായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഇത് ഈ പതുക്കെ അടുത്ത് ഇടപഴകി എന്താണ് രതി എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിഞ്ഞു വരുന്നത്. അതിനും അപ്പുറത്തേക്ക് ഇങ്ങനെ കുറച്ചുകൂടെ പോകുന്ന സമയത്ത് പതുക്കെ അത് ഇഴചേർന്ന് പൂർണ്ണമായിട്ടും ഇഴചേരുന്ന ഒരവസ്ഥയിലേക്ക് പോകും. പ്രണയത്തിന്റെ ഒരു ഘട്ടത്തിലേക്ക് കടന്നു ചെല്ലുന്ന ആളുകളെല്ലാം തന്നെ തന്റെ മറ്റു കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ആ പ്രണയത്തിലേക്ക് ഇതുപോലെ നിരൂപണം ചെയ്യുന്നത് കാണാൻ കഴിയും. അവിടെ സ്വന്തം അതിരുകളെ മുഴുവൻ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ഇണയുടെ അതിരിലേക്ക് താൻ കടന്നു കയറുന്നതും ഇണയ്ക്ക് തന്റെ അതിരുകളിനകത്ത് സ്പേസ് കൊടുക്കുകയും ചെയ്യുന്നത്. പരസ്പരം പരിചയമായി തുടങ്ങുമ്പോൾ പതിയെ അവിടെ വ്യക്തിഗത അതിരുകളെ പറ്റിയുള്ള ബോധം വരും. അതാണ് ഈ കാമുകിമാകുമ്പന്മാര് ആദ്യ പ്രണയദിനങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അടിവെച്ച് തുടങ്ങുന്നത്. അടിവെച്ച് കുറച്ചു കാലം കഴിയുമ്പോൾ പിന്നെ അത് അടി എന്നുള്ളത് മാത്രം ബാക്കിയാവും. ബാക്കി എല്ലാം അതിൽ നിന്ന് അങ്ങ് പോകും. എന്താണോ അടിവെക്കാനുള്ളത് പരസ്പരം കണ്ടു കഴിഞ്ഞാൽ കൗണ്ടർ ചെയ്ത് വർത്താനം പറയുക, കൗണ്ടർ ചെയ്ത് ബിഹേവ് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് ആകും. നമ്മളിവിടെ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ കുടുംബജീവിതത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രണയ സല്ലാപങ്ങളിൽ ഒരുപാട് ഏർപ്പെട്ടാൽ പ്രണയത്തിലേക്ക് അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിലേക്ക് കയറുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് ആയിട്ട് ബാക്കി വെക്കാൻ ഒന്നും ഉണ്ടാവില്ല. ശാരീരിക ബന്ധം മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനുള്ളിൽ നിങ്ങൾക്കുള്ള വിയോജിപ്പുകളെല്ലാം വെളിയിൽ വന്നിട്ടുണ്ടാവും. ഈ വിയോജിപ്പുകളും കണ്ട് ജീവിക്കാൻ പോകുന്ന സമയത്ത് രതിയും കൂടെ തീർന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ ജീവിതത്തിൽ ഒന്നും ബാക്കി ഉണ്ടാവില്ല. അതോടുകൂടി ആ കുടുംബത്തിന്റെ കെട്ടുറപ്പ് തീരുന്നുണ്ട്. ഞാൻ ഇത് ആരുടെയൊക്കെ കാര്യത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം തന്നെ അവരെ പിരിയുകയോ അല്ലെങ്കിൽ നിരന്തരമായിട്ട് ഫൈറ്റിൽ ചെന്ന് പോവുകയോ ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ പരസ്പരം പൂരകമാകാനുള്ള ആ ഒരു അവസ്ഥ കുറച്ച് പരിചയമുണ്ടായി കഴിയുന്ന സമയത്ത് ഇത് ഇല്ലാതെയാകുന്നു, ആ പൂരകത്വം ഇല്ലാതെയാകുന്നു എന്നുള്ളൊരു അവസ്ഥയുണ്ട്. അപ്പൊ ഇത് പരസ്പരം ചേരാതെ തന്നെ അതിനകത്ത് നിന്ന് പോവുക എന്നുള്ള നാട്ടുകാർ. അപ്പൊ കാരണം നാട്ടുകാരൊക്കെ കൂടെ കല്യാണം കഴിപ്പിച്ച് വിട്ടതാണ്. പിന്നെ മറ്റവരൊക്കെ ചോദിക്കും. പിന്നെ അത്ര പെട്ടെന്നൊക്കെ ഡിവോഴ്സായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ നാട്ടിലുള്ളത് കൊണ്ട് നമ്മൾ അതുകൊണ്ട് അങ്ങനെ നടക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ പാഴ് എന്നുള്ളൊരു അവസ്ഥയെ കുറിച്ച് പറഞ്ഞിരുന്നു. ആ പാഴായ സാധനത്തെയും കൊണ്ട് നമ്മൾ ഈ സ്നഗ്ഗിയൊക്കെ ഇട്ടിട്ട് നടക്കുന്നത് പോലെ നമ്മൾ ഈ സാധനത്തെയും കെട്ടിവലിച്ചു കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോ വ്യവസ്ഥയുടെ പൊതു അതിരിനെ ഭേദിക്കുന്ന ഘടകങ്ങളും വ്യവസ്ഥകളും ഉപ അതിരുകൾ ഒഴിവാക്കുന്ന ഘടകങ്ങളും വ്യവസ്ഥയുടെ ഏകതയെ തകർക്കും. അല്ലെ? വ്യവസ്ഥയുടെ പൊതു അതിരുണ്ടല്ലോ, അതായത് കുടുംബം എന്നുള്ള, ഇപ്പൊ ഇവിടുത്തെ ഈ കോണ്ടക്സ്റ്റിൽ കുടുംബം എന്നുള്ള ഒരു അതിരുണ്ട്. കുടുംബം എന്നുള്ള അതിരിനെ ഭേദിക്കുന്ന ഘടകങ്ങൾ ഈ കുടുംബത്തിനേക്കാളും വലുതാണ്. നമ്മൾ ഇന്നലെതാണ് സംസാരിച്ചത്. കുടുംബത്തിനേക്കാളും വലുതാണ് ഞാൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ പ്രശ്നങ്ങൾ ഒരുപാട് തുടങ്ങി. അതുപോലെ ഈ വ്യവസ്ഥയ്ക്കകത്ത് ഉപ അതിരുകൾ സൃഷ്ടിക്കുകയാണ്. എന്റെ ഇടത്തെക്കാലും വലത്തെക്കാലും പരസ്പരം കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നതിനിടയിൽ രണ്ടുപേരും തമ്മിൽ അടിവെക്കുന്ന സമയത്ത് ഇടത്തെക്കാല് തീരുമാനിക്കുന്നു, വലത്തെക്കാല് പോകുന്നതിനനുസരിച്ച് ഞാൻ പോകില്ല. വലത്തെക്കാലം മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ പുറകോട്ടാണല്ലോ വേണ്ട, അങ്ങനെ ഞാൻ പോകുന്നില്ല. ഞാൻ വലത്തെക്കാലിനെ പോലെ തന്നെ ഏകതയില് സമത്വത്തില് ഈ സ്ത്രീ പുരുഷ സമത്വം പോലെ ഞങ്ങളും സമത്വത്തിലാകാൻ ശ്രമിക്കുന്നു. വലത്തെക്കാലം മുമ്പോട്ട് പോകുമ്പോൾ ഞാനും മുമ്പോട്ട് പോകുന്നു എന്ന് തീരുമാനിച്ചാൽ നല്ല രസമായിരിക്കും. ആ വ്യവസ്ഥയ്ക്ക് മുൻപോട്ട് പോകാനാവില്ല. പക്ഷെ 2 പ്രാവശ്യം ചാടും, 3ാമത്തെ പ്രാവശ്യം മറിഞ്ഞു വീഴും. അപ്പോ ഈ ഒരു അവസ്ഥ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നതാണ് ഈ വ്യവസ്ഥയുടെ പൊതു അതിരിനെ ഭേദിക്കുന്ന ഘടകങ്ങൾ, അല്ലെങ്കിൽ വ്യവസ്ഥയ്ക്കകത്ത് ഉപ അതിരുകൾ സൃഷ്ടിക്കുന്നത്. ഈ വലിയ വ്യവസ്ഥയ്ക്കകത്ത്, ഈ കുടുംബത്തിനകത്ത് തന്നെ ഞാൻ, എന്റെ വഴി, എന്റെ വീട് എന്ന് പറഞ്ഞത് പല വീടുകളിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഒരു എന്താ പറയുക ഇൻഡിവിജ്വൽ സ്പേസ് ഉണ്ടാകുന്നത്, ഇൻഡിവിജ്വൽ സ്പേസ് ഉണ്ടാക്കിയെടുക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എല്ലാവർക്കും ഇൻഡിവിജ്വൽ സ്പേസ് പ്രകൃതി കൽപ്പിച്ചിട്ടുണ്ട്. ആ പ്രകൃതി കൽപ്പിച്ചതിനും അപ്പുറത്തേക്ക് എനിക്കത് വേണമെന്നുള്ള രീതിയിലുള്ള ഒരു അതിരുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ, പ്രത്യേകമായിട്ട് പ്രകൃതി കൽപ്പിച്ചതിനും അപ്പുറത്തേക്ക് ഒരു ഇൻഡിവിജ്വൽ സ്പേസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവിടെ പാരസ്പര്യം എന്നുള്ള സംഭവത്തിലാണ് വിള്ളൽ വരിക. അത് കുടുംബത്തിന്റെ ഏകതയെ തകർക്കും. ഇങ്ങനെ തകരുന്ന സമയത്ത് വികസന സമൂഹങ്ങളിലും സുസംഘടിത സമൂഹങ്ങളിലും സ്ത്രീ പുരുഷന്മാരുടെ പരസ്പര പൂരകത്വം നഷ്ടമാകുന്നതോടെ അവർക്ക് ഇഴപിരിഞ്ഞ് കുടുംബത്തെ അസാധുവാക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ നാട്ടിലതില്ലല്ലോ. നമ്മുടെ നാട്ടിൽ അങ്ങനെ രണ്ടുപേർക്കിടയിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ, രണ്ടുപേർക്കിടയിൽ അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ, ഈ അസ്വസ്ഥത എന്നുള്ളത് അവർക്കിടയിൽ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. പിന്നെ നാട്ടുകാരെ വിളിക്കും. എന്നിട്ട്
ജീവിതത്തിൽ ഇതുവരെ ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് കുറെ കഥകൾ ഉണ്ടാക്കി ചളിവാരി എറിയും. അത് സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ലീഗൽ മിഷൻ കൃത്യമായിട്ട് വർക്ക് ചെയ്യും. വക്കീലൊക്കെ പറയും അവൻ തല്ലി എന്ന് പറഞ്ഞാൽ മാത്രമേ ഇതിന് ആ കേസ് നിലനിൽക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അടി ഉണ്ടാക്കുക. അങ്ങനെ ആ കുടുംബം എന്നുള്ള ആ മഹനീയ സംവിധാനത്തെ ഒരു കോടതി വ്യവഹാരമാക്കി മാറ്റുന്ന ഒരവസ്ഥയിലേക്ക് അത് കൊണ്ടെത്തിക്കും. അപ്പോ ഈ പരസ്പരം സന്തോഷത്തോടുകൂടി ഇഴപിരിഞ്ഞ് നിൽക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം പോലും നമ്മുടെ കുടുംബ വ്യവസ്ഥ നമുക്കിവിടെ അനുവദിക്കുന്നില്ല. നമ്മുടെ നാട്ടിലെ കുടുംബ വ്യവസ്ഥ അനുവദിക്കുന്നില്ല. അപ്പോ ഇത് പാരമ്പര്യ സമൂഹങ്ങളിലെ എല്ലാ പാരമ്പര്യ സമൂഹങ്ങളിലല്ല കേട്ടോ, ഇത് വളരെ ഈസി ആയിട്ട് നടക്കുന്ന ഒരുപാട് സമൂഹങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇതൊന്നും സുസാധ്യമല്ല. അതുകൊണ്ട് തന്നെ ചേരാതെ ചേർന്ന് നിലനിന്ന് പോകുന്ന കുടുംബങ്ങളിൽ വ്യക്തി സ്വാതന്ത്ര്യമാണ് നമുക്ക് ഉണ്ടാവുക. ഈ ചേരുതേരാ നയം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ നമ്മൾ ഒരു ചേരിയും ചേരില്ല, പരസ്പരം ചേരാതെ ചേർന്ന് നിൽക്കും. തമ്മിൽ യാതൊരു ചർച്ചയും ഇല്ലാതെ ഇവരിങ്ങനെ മുൻപോട്ട് പോകുന്ന സോഷ്യൽ പ്രഷറിന്റെ പുറത്ത് സൊസൈറ്റി സൊസൈറ്റി ഡിമാൻഡ് ചെയ്യുന്നു എന്നുള്ളതിന്റെ പുറത്ത് ജീവിച്ചു പോകുന്നത്. ആ ഡിമാൻഡ് ആരാ തീരുമാനിക്കുന്നത്? ഞാനാ തീരുമാനിക്കുന്നത്. എന്നെ സൊസൈറ്റി ശ്രദ്ധിക്കുന്നുണ്ട്, അവർക്ക് അതിൽ കൺസേൺ ഉണ്ട്. ഞാൻ പിരിഞ്ഞാൽ എന്നെ കുറിച്ച് അവർ തെറി പറയുന്നല്ലാതെ അവർക്കൊന്നും ചെയ്യാനില്ല. കാരണം അവർക്കൊക്കെ തന്നെ അവരവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. എങ്കിലും നമ്മൾ വിചാരിക്കുന്നത് സൊസൈറ്റി എന്റെ മുകളിൽ ഇതിനു വേണ്ടി വല്ലാതെ ശ്രദ്ധ ചെലുത്തുന്നു, അപ്പൊ ഞാനിത് കൊണ്ടുപോകേണ്ടത് എന്റെ ഗതികേട് എന്ന് പറഞ്ഞിട്ടാണ്. ഈ പ്രശ്നങ്ങൾ മുഴുവൻ എന്റെ ഉള്ളിലെ അതിരുണ്ടാക്കിയത് കൊണ്ടാണ്. ഞാൻ മറ്റൊരാളുടെ അതിരിനെ മനഃപൂർവ്വം നിലനിർത്തുന്നത് കൊണ്ടാണ്. ഞാൻ അതിരിൽ നിന്നും മാറാതിരുന്നാൽ ഞാൻ ആ അതിരെന്നുള്ള സങ്കല്പത്തിന് പകരം പൂരകത്വം എന്നുള്ള ഒരു ആശയത്തെ സ്വീകരിക്കേണ്ടത് എന്റെ ധർമ്മമാണെന്ന് മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമുള്ളിടത്താണ് നമ്മൾ ഈ പിരിയലിന് വേണ്ടിയുള്ള മെനക്കേട് ഉണ്ടാക്കിയെടുക്കുന്നത്, ഡിവോഴ്സിന് വേണ്ടിയുള്ള മെനക്കേട് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ വിവാഹം എന്നുള്ള അല്ലെങ്കിൽ ഇണ എന്നുള്ള സങ്കല്പം, ആ ഇണ എന്നുള്ള ഒരു വസ്തുത എന്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ അനുഭവിക്കാനുള്ള എല്ലാ ധർമ്മങ്ങളുടെയും അടിസ്ഥാനമായിട്ട് പ്രകൃതി കൽപ്പിച്ചരുളി ഡിസൈൻ ചെയ്ത് നമ്മുടെ മുന്നിൽ കൊണ്ട് തന്നതാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഈ വരുന്ന കാര്യത്തെ റിസോൾവ് ചെയ്ത് പോകാൻ നമുക്ക് കഴിയും. എങ്ങനെ തന്നെയാണെങ്കിലും ഇണ ഏത് തരത്തിലുള്ളതാണെങ്കിലും ആ ഇണയെ ബോധ്യപ്പെടാൻ, ആ ഇണയെ സമ്മതിക്കാൻ, ഇണ ഇതാണെന്ന് നമുക്ക് ബോധ്യപ്പെടാൻ നമുക്ക് കഴിയും. അതിനു പകരം നമ്മൾ അതിൽ നിന്നും മാറി മറ്റൊന്നാകാൻ ശ്രമിച്ചാൽ, നമ്മൾ അതിനകത്ത് അതിരുണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് ഉറപ്പായിട്ടും ആ കുടുംബത്തെ ബാധിക്കും. കുടുംബത്തെ ബാധിക്കുന്നതിൽ എന്നെയും എന്റെ ഇണയെയും മാത്രമല്ല ബാധിക്കുക, അതിനെ ഉപജീവിക്കുന്ന മക്കളാണെങ്കിലും ശരി, അതിനെ ഉപജീവിക്കുന്ന മറ്റ് ബന്ധുക്കളാണെങ്കിലും ശരി, സുഹൃത്തുക്കളാണെങ്കിലും ശരി, ഇവരെ എല്ലാവരെയും ബാധിക്കും. അപ്പോ ഇത് ഒരു പ്രധാന വിഷയമാണ്. പ്രത്യേകിച്ചും ആധിപത്യവും സ്വാതന്ത്ര്യവും എന്നുള്ളൊരവസ്ഥയിൽ സ്വന്തം അതിനകത്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എന്നുള്ളത് ഓരോ വ്യക്തിക്കുമുണ്ട് എന്നത് വിചാരിച്ചുകൊണ്ട് ആ സ്വാതന്ത്ര്യത്തെ കിട്ടാനായി കുടുംബം എന്നുള്ള മഹാവ്യവസ്ഥയുടെ അല്ലെങ്കിൽ ആ വിശിഷ്ട വ്യവസ്ഥയുടെ പ്രാധാന്യത്തെ നിരാകരിക്കുന്നവർ, അതിരുകൾ ഇട്ടിട്ട് നിരാകരിക്കുന്നവർ യഥാർത്ഥത്തില് തന്റെ സ്വാതന്ത്ര്യത്തെ, തനിക്ക് കുടുംബത്തിനകത്തുള്ള സുരക്ഷിതത്വത്തെ, തനിക്ക് കുടുംബത്തിനകത്തുള്ള ഡിവൈൻ ആയിട്ടുള്ള സ്പേസിനെയാണ് ഇല്ലാതെയാക്കുന്നത്. സ്വന്തം സ്പേസ് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നവര് ആ ഡിവൈൻ സ്പേസിനെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ആധിപത്യവും സ്വാതന്ത്ര്യം എന്നുള്ള ഒരു വിഷയത്തില് ഇന്നത്തെ പ്രധാന ചിന്ത ഇതാണ്. കുടുംബത്തിന്റെ അതിരുകളും വ്യക്തിഗത അതിരുകളും എവിടെ നിൽക്കുന്നു, എങ്ങനെയാണ് നിൽക്കുന്നത്, അതിന്റെ സ്വാധീനം എന്താണ്, ഒരു പ്രാധാന്യം എന്താണ്, അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞത്. ഈ പറഞ്ഞതിനെ കുറിച്ചുള്ള ബോധ്യവും ശ്രദ്ധയും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.